ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെയിം പ്ലേ ഒന്നുമല്ല, നമ്മൾ സ്ക്വാഡ് ബിൽഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്കറിയാം ഞാൻ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ഏതാണെന്ന്. ഇനി അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് ഇപ്പം എല്ലാ രീതിയിലും നിങ്ങൾക്ക് സെറ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ ഡിഫൻസ് കിട്ടണമെന്നില്ല, ചിലപ്പോൾ അറ്റാക്ക് കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ആയിട്ട് പ്രശ്നമാവും. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഫോർമേഷൻ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫോർമേഷനാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം കോമ്പറ്റീറ്റീവ് ലെവലിൽ എടുത്തു നോക്കുമ്പം ഏകദേശം എനിക്ക് തോന്നുന്നു നല്ല ഭൂരിഭാഗം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷനാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ യൂസ് ചെയ്യുന്ന 4-2-2. അതിന് 4-2-2 എന്ന് പറയുമ്പം കുറേ വേരിയൻസ് ഉണ്ട്. LMF RMF യൂസ് ചെയ്യാം. അതൊക്കെ ഏകദേശം ഒരു വേരിയൻസ് പോലെയാണ് ഉണ്ടാവുക. അപ്പം ഞാൻ കളിക്കുന്നത് വെച്ചാൽ 2 AMF വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഇൻസ്പയർഡ് ആയത് ഡെനീസ് ബെർണാഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ആ പുള്ളിക്കാരൻ്റെ ഗെയിം പ്ലേയും ഫോർമേഷനും കണ്ടിട്ടാണ് ഞാൻ ഈ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടി തുടങ്ങി. അപ്പം 2060 റേറ്റിംഗ് വരെ 64 റേറ്റിംഗ് വരെ കഴിഞ്ഞ ഫേസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പം നമ്മൾ ഡയറക്റ്റ്ലി എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം അതൊക്കെയാണ് പറയുക. അതായത് ഏതൊക്കെ പ്ലേയേഴ്സിന് ഇടണം എന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല. ഞാൻ പ്ലേയിങ് സ്റ്റൈലും നിങ്ങൾ പ്രിഫർ ചെയ്തിട്ട് ഇടേണ്ടതായിരിക്കും. ബാക്കി ഞാൻ ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ യൂസ് അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നോക്കുക, എന്നാലും എന്തെങ്കിലും മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ആയിപ്പോവും. അപ്പോൾ എന്നാലും വീഡിയോയിലോട്ട് വായിച്ചു. അപ്പോൾ കറൻ്റ്ലി ഇതാണ് എൻ്റെ 4-2-2 സ്ക്വാഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. ഇതാണ് കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് അടിയിൽ നിന്ന് മേലോട്ടേക്ക് പോകാം. അതായത് ഗോൾ കീപ്പറിൽ നിന്ന് CFലോട്ട് പോകാം. ഗോൾ കീപ്പർ യൂസ് ചെയ്യുന്ന ടൈം അത് നിങ്ങൾ ഇഷ്ടമാണ്, ഏത് ഗോൾ കീപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പം ചില ഗോൾ കീപ്പേഴ്സിന് ഭയങ്കര ആ ഗോൾ കീപ്പറിന് ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും സേവ് ചെയ്യുന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അതൊന്നും നോക്കാണ്ട് ആ ഗോൾ കീപ്പറിനെ തന്നെ ഇടാം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ പ്രോഗ്രഷൻ്റെ കാര്യം അതിപ്പം ഈ വീഡിയോയിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്, കാരണം അത് ഒരുമാതിരി ആയിപ്പോവും. പ്രോഗ്രഷൻ്റെ വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം, നിങ്ങൾ പറയുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഗോൾ കീപ്പർ ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അഥവാ നിങ്ങളുടെ അടുത്ത് എപ്പിക് ബൂസ്റ്ററോ അല്ലെങ്കിൽ എപ്പിക് ഗോൾ കീപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാത്രം യൂസ് ചെയ്താൽ മതി. സബ്ബിൽ ഒരു ഗോൾ കീപ്പർ ഇടേണ്ട ആവശ്യമില്ല. അഥവാ എന്നെപ്പോലെ ഇങ്ങനത്തെ ഗോൾ കീപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ സബ്ബിൽ ഒരു ഗോളി ഇടുന്നത് മസ്റ്റാണ്, കാരണം ഈ ഗോൾ കീപ്പർ റെഡ് ഫോമിലൊക്കെ ആയിപ്പോകും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് പോകാം. സെൻറ്റർ ബാക്സ് എന്ന് പറയുമ്പം എപ്പോഴും ഒരു ബിൽഡപ്പും ഒരു ഡെസ്ട്രോയർ യൂസ് ചെയ്യാൻ നോക്കുക. ഡെസ്ട്രോയർ ഇല്ലെങ്കിൽ എക്സ്ട്രാ ഫ്രണ്ട്മാൻ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യാം. ബിൽഡപ്പും വേറെ ഏതെങ്കിലും ഒരു പ്ലേയിങ് സ്റ്റൈലും മസ്റ്റാണ്. ഇനി അവിടെ കൊണ്ടുപോയി വേറെ ഏതെങ്കിലും എന്താ പറയുക, ഇപ്പം ലൈക്ക് ഒഫൻസീവ് ഫുൾ ബാക്ക് അതിനെയൊന്നും പിടിച്ചിടാൻ പറ്റില്ല. സെൻറ്റർ ബാക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സെൻറ്റർ ബാക്കിനെ തന്നെ ഇടാൻ നോക്കുക. ഞാൻ ഇപ്പോൾ ഇട്ടത് മൾഡീനിയും സാലിബിയാണ്. സബ്ബിൽ ഗിമനസ് ഡെസ്ട്രോയറാണ്. അതേപോലെ നമ്മുടെ ബിൽഡപ്പായിട്ട് എഡർ മിലീഷ്യാവുണ്ട്. അത് ഈ നാല് പ്ലേയേഴ്സിനെയാണ് സബ്ബിലും ഇതിലുമായിട്ട് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മാക്സിമം ഒരു വാള് പോലെ തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരുന്നുള്ളൂ. പിന്നെ ഡെസ്ട്രോയറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം കയറിപ്പോകുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറ്റാക്കിംഗ് വണ്ണിൽ ഡിഫെൻസീവ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒരു സെൻറ്റർ ബാക്കിന് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ ഡെസ്ട്രോയറിന് കൊടുക്കുന്നുണ്ട്. അതാകുമ്പം പെട്ടെന്ന് അങ്ങ് കയറി അങ്ങ് പോകില്ല, പിടിച്ച് നിന്നോളൂ ഡിഫെൻസ്. പിന്നെ 2 വിങ് ബാക്കിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആങ്കർമാനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആങ്കർമാനെ യൂസ് ചെയ്യാൻ എടുക്കാം. അതായത് DMFൽ ഒരു ആങ്കർമാൻ മസ്റ്റ് എന്നാണ് സാധാരണ പറയല്, പക്ഷെ അവിടെ യൂസ് ചെയ്യാൻ എടുക്കാം നിങ്ങൾ 2 വിങ് ബാക്കും ഡിഫെൻസീവ് ഫുൾ ബാക്സ് ആണെങ്കിൽ. മനസ്സിലായില്ലേ? അതായത് ഡിഫെൻസീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആങ്കർമാൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ അറ്റാക്കിംഗ് പോസിബിലിറ്റിയാണ് കുറയുക ആങ്കർമാൻ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ആങ്കർമാൻ ഇടാണ്ടും കളിക്കാം, പക്ഷേ നിങ്ങൾക്ക് നല്ല ഡിഫെൻസ് വേണം, നിങ്ങൾക്ക് പക്ഷേ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആങ്കർമാനെ യൂസ് ചെയ്യാം. അല്ല, ഒഫൻസീവ് ഫുൾ ബാക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു ആങ്കർമാൻ DMFൽ മസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഡിഫൻസ് നല്ല രീതിയിൽ പൊട്ടും. ഇപ്പോൾ ഒഫൻസീവ് ഫുൾ ബാക്സിന് ഇടുന്നത് ഇപ്പം ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് നമ്മൾ അലക്സാണ്ടർ അർണോൾഡിനൊക്കെ റൈറ്റ് ബാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അങ്ങോട്ടേക്ക് കയറുന്നതിന് കണക്കായിട്ട് അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നാലേ അങ്ങനെ ഒരു യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിഫൻസീവ് ഫുൾ ബാക്സ് ഇട്ടിട്ട് നോർമലി ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ പറ്റും. അവരവിടെ തന്നെ ഉണ്ടാവും, പേടിക്കുക വേണ്ട. ഡിഫെൻസ് ഫുള്ളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഡിഫെൻസിൻ്റെ മെയിൻ സംഭവമാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്, DMFs. ഞാൻ പറഞ്ഞ പോലെ ഒഫെൻസീവ് ആണെങ്കിൽ എന്തായാലും ഒരു ആങ്കർമാൻ മസ്റ്റാണ്, ഒഫെൻസീവ് ഫുൾ ബാക്ക് ആണെങ്കിൽ. അല്ലാതെ നിങ്ങൾക്ക് ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആങ്കർമാൻ യൂസ് ചെയ്യേണ്ട, ഒരു ഡെസ്ട്രോയർ വെച്ചിട്ട് വേണമെങ്കിൽ ഡിഫെൻസീവ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പുറത്ത് ഒരു നല്ലൊരു പാസിങ് എബിലിറ്റിയും നല്ല രീതിയിൽ അറ്റാക്കിങ് എന്താ പറയുക ഒരു പോസിബിലിറ്റി കാണിക്കുന്ന ഒരു പ്ലെയറിനെ തന്നെ ഇടാൻ നോക്കുക. ഞാൻ ഇപ്പം കറൻ്റ്ലി ഇതിൽ ബെക്കംബോർ ഉള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ മാക്സിമം ഡിഫെൻഡ് ചെയ്തിട്ട് അഥവാ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ മാത്രം സെക്കൻഡ് ഹാഫിൽ ഞാൻ ഒരു അറ്റാക്കിംഗ് നല്ല പ്ലെയറിന് ഇടാം. അതായത് എൻ്റെ കയ്യിൽ ഇപ്പം
ആൽബർട്ടിനി എന്ന് പറഞ്ഞാൽ പുതിയ AC മിലാൻ DMFന് കിട്ടിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഡിഫൻസ് ഫുൾ ഒഴിവാക്കിയിട്ട് അറ്റാക്കിങ്ങിൻ്റെ ഫുൾ സ്റ്റാറ്റ്സ് ഞാൻ പ്രോഗ്രഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അറ്റാക്കിങ് എപ്പോഴും സെക്കൻഡ് ഹാഫിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഹാഫിൽ ഫോം നോക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒന്നും നോക്കാണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇട്ടിട്ട് കളിപ്പിക്കും. അപ്പം DMF എപ്പോഴും ഒരു ആങ്കർമാനെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഡിഫൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിലും, അതായത് മറ്റേ ഒരു DMFനെ വെച്ചിട്ട് ചിലപ്പം ബിൽഡപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല, അങ്ങനെ പറ്റുന്ന ഉറപ്പ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആങ്കർമാൻ എന്തായാലും യൂസ് ചെയ്തോ. നല്ല ഡിഫെൻസീവിൽ നല്ല സ്ട്രോങ് ആയിട്ട് വെക്കും ടീം. അപ്പോൾ ആ ആങ്കർമാൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് പ്ലേയിങ് സ്റ്റൈൽ വേണമെങ്കിൽ കളിക്കാം. ബോക്സ് ടു ബോക്സ് കളിപ്പിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബോക്സ് ടു ബോക്സ് കളിപ്പിച്ചാൽ മാക്സിമം അറ്റാക്കിന് പോയിക്കൊണ്ടിരിക്കും. ഓർക്കസ്ട്രേറ്റർ കളിപ്പിക്കുകയാണെങ്കിൽ ഒരു രണ്ട് രീതിയിലും ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് കളിച്ചോളും. ഓർക്കസ്ട്രേറ്ററാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഓർക്കസ്ട്രേറ്റർ നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഫസ്റ്റ് ടൈം ഈ ഫോർമേഷൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ. ഞാൻ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ബിൽഡപ്പാണത്. പക്ഷേ ഇത് നല്ല രീതിയിൽ ഓർക്കസ്ട്രേറ്റർ കളിക്കുന്നവർ തന്നെ എനിക്ക് ബെക്കൻബോർ കളിച്ചു തരുന്നുണ്ട്. അപ്പം എൻ്റെ സബിൽ ഓർക്കസ്ട്രേറ്ററായിട്ട് നമ്മുടെ ഡിയോങ് ഉണ്ട്, അതേപോലെ തന്നെ ഓർക്കസ്ട്രേറ്റർ ആൽബർട്ടിനി ഉണ്ട്. ഇപ്പോൾ DMFൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ പറയുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല കറക്റ്റ്. ഞാൻ എൻ്റെതായ രീതിയിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ കമൻറ്റ് ചെയ്ത് പറയാം ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തു. ഞാൻ മാക്സിമം നെക്സ്റ്റ് ഇനി എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ അടുത്ത മെയിൻ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ 2 AMF ആണ് ശരിക്കും പറഞ്ഞാൽ ഈ 4-2-2-2ൻ്റെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലേയേഴ്സ്. 2 പൊസിഷൻ ആ ഒരു AMFൻ്റെതാണ്. അതായത് നിങ്ങൾക്ക് അറ്റാക്കിൻ്റെ ടൈമും അതേപോലെ ഡിഫെൻസീവിൽ DMFനെ സപ്പോർട്ട് ചെയ്യാനുമുള്ള ഒരു പ്ലേയേഴ്സാണ് AMF. ഒരിക്കലും അവരിങ്ങനെ സൈഡിലൂടെ കയറിക്കൊണ്ട് നിൽക്കില്ല, പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ എളുപ്പമായിരിക്കും. പക്ഷേ ഇവരെ കൊണ്ട് നിങ്ങൾക്ക് കളിപ്പിക്കാൻ അറിയാമെങ്കിൽ വിങ്ങിലൂടെ പോയി ക്രോസ് ഇടാം, അല്ലെങ്കിൽ കട്ടിങ് സൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. ഇപ്പം മെസ്സിയൊക്കെ ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി ഒരു ബ്ലിറ്റ്സ് ഉണ്ട്, അതിൽ ബ്ലിറ്റ്സ് കളറാണ്, അപ്പോൾ ബ്ലിറ്റ്സ് ചെയ്യാം. അല്ലാതെ സാധാരണ നോർമൽ മെസ്സി അല്ല ഏത് കാർഡ് ആയിക്കോട്ടെ റൈറ്റ് സൈഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ലെഫ്റ്റ് ഫൂട്ടർ യൂസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ മെസ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ റൈറ്റ് സൈഡ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ലെഫ്റ്റ് ഫൂട്ടർ, നല്ല ഫിനിഷിങ് എബിലിറ്റി, അത്യാവശ്യം സ്പീഡുള്ള ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു സൈഡിൽ നല്ല അത്യാവശ്യം സ്പീഡുള്ള പ്ലെയറിനെ യൂസ് ചെയ്യാൻ നോക്കുക. മനസ്സിലായില്ലേ? എൻ്റെ മെസ്സിക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു 90 സംതിങ് സ്പീഡ് വരുന്നുണ്ട്. ആക്സലറേഷൻ 96 or 7 അങ്ങനെ എന്തോ വരുന്നുണ്ട്. അപ്പോൾ ഈ മെസ്സി അതേപോലെ ഏതെങ്കിലും ഒരു പ്ലെയർ നിങ്ങൾക്ക് മെസ്സിൻ്റെ ഒരു 100-150 കാർഡ് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ മാക്സിമം ഏതെങ്കിലും ഒരു നല്ല കാർഡ് നോക്കിയിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പം 2 സൈഡിൽ നിങ്ങൾക്ക് ഏത് പ്ലേയിങ് സ്റ്റൈൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബോക്സ് ടു ബോക്സ് ഒന്നും യൂസ് ചെയ്യരുത്. മാക്സിമം യൂസ് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ, ഹോൾ പ്ലെയർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇപ്പോൾ പ്രൊളിഫിക് വിങ്ങർ ആയാലും നിങ്ങൾ AMF ഇട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ കളിപ്പിക്കുക. അത് നിങ്ങളെ പ്രിഫറൻസ് ആണ്. ഞാനൊന്നും പറയുന്നില്ല ഏത് പ്ലെയറിനെ യൂസ് ചെയ്യണം. മെസ്സിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇപ്പം കറക്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ, മെസ്സി ആയിരിക്കും ബെറ്റർ എന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പ്ലെയറിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ AMFനെ മാക്സിമം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫിനിഷിങ് കിട്ടുന്ന ഒരു പ്ലെയറിനെ യൂസ് ചെയ്യാം. ഫിനിഷിങ് ഇല്ലെങ്കിൽ കിക്കിംഗ് പവർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ഇത് രണ്ടും ഉണ്ടാകുന്ന പ്ലെയേഴ്സിനെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ റൈറ്റ് സൈഡിൽ മെസ്സി നല്ല ഫിനിഷിംഗ് ആണ്, ലെഫ്റ്റ് സൈഡിൽ സ്നൈഡറാണ്, ഊട്ടിക്കത്തെ കിക്കിംഗ് പവറാണ്, അടിച്ച ഗോൾ എന്നുള്ള രീതിയിലാണ് കിക്കിംഗ് പവർ ഉണ്ടാവുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് സബ്ബായിട്ട് ബ്രൂണോ ഫെർണാണ്ടസും റൈറ്റ് സൈഡിലേക്ക് സബ്ബായിട്ട് നമ്മുടെ ഗുറ്റിയും ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ AMF ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളതിൽ ഏതാണോ നല്ല പ്ലേയേഴ്സ് പ്രോഗ്രഷൻ പോയിന്റ് ചെക്ക് ചെയ്യുക, സ്റ്റാറ്റ്സ് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളത് പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഫൈനലി കുന്തമുന എന്നൊക്കെ പറയില്ലേ, അതേപോലെ 2 CF. നിങ്ങൾക്ക് CFനെ കളിപ്പിക്കുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ കളിപ്പിക്കാം. ഇപ്പം നിങ്ങൾക്കൊരു ഫോക്സ് ഇൻ ദ ബോക്സും ഒരു ഗോൾ പോച്ചർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഗോൾ പോച്ചേഴ്സിന് യൂസ് ചെയ്യാം. ഫോക്സ് ഇൻ ദ ബോക്സോ ഡി പ്ലെയറോ അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഗോൾ പോച്ചർ മസ്റ്റാണ് ഗൈസ്. അപ്പം ഗോൾ പോച്ചർ ഇല്ലാണ്ട് നിങ്ങൾക്കൊരു 1 ടച്ച് പാസ് ഇട്ട് കയറണമെങ്കിൽ കുറച്ച് പണിയായിരിക്കും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മാക്സിമം 2 CFനും ഡബിൾ ടച്ച് ഉള്ള CFന് ഇടുക. ഡബിൾ ടച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂല, അതാണ്. ഇപ്പം ജസ്റ്റ് ഗെയിം പ്ലേ ഇട്ട് തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഹാൻഡ് ക്യാം ഇടാന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ ഒന്നും അത്ര അടിപൊളിയൊന്നുമല്ല, പിന്നെ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവില്ല, വേറെ ആരും ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗോൾ പോച്ചേഴ്സും ഒരു ഏത് CFന് ഇട്ടാലും നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവണം. അതായത് ഈ പ്ലേയേഴ്സിനെ കൊണ്ട് ഇടുന്ന പ്ലേയേഴ്സിനെ കൊണ്ട് ജസ്റ്റ് ഫിനിഷ് ചെയ്താൽ സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റൺ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പോകണം എല്ലാം അറിയാൻ പറ്റും.
അതേപോലെ മാക്സിമം പ്ലെയർ പ്രോഗ്രഷൻ കൊടുക്കുന്ന ടൈം നിങ്ങൾ ആ CFന് ഒരു മിനിമം ഓഫ് എന്താ പറയുക ഒരു 80 സംതിങ് അല്ലെങ്കിൽ 75ന്റെ മേലെ ബോൾ കൺട്രോൾ ടൈപ്പ് പൊസിഷൻ എല്ലാം ഉള്ള ഒരു പ്ലേയേഴ്സിനെ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എടുത്തെടുത്ത് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം 4-2-2ന്റെ മെയിനിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ AMFനെയാണ്. AMFനാ നിങ്ങൾ CFന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് AMFന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അല്ലെങ്കിലും നിങ്ങളൊരു കളി കളിക്കുന്ന ടൈം ഒരൊറ്റ രീതിയിൽ തന്നെ കളിക്കുകയാണെങ്കിൽ ഓപ്പോണൻറ്റ് അത് മനസ്സിലാക്കി അതിൻ്റെ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾ സെൻറ്റർ ഫോർവേഡിന് മാത്രം പാസ് ചെയ്തിട്ട് വൺ ടച്ച് ഇട്ട് ഗോൾ അടിക്കാൻ നോക്കുകയാണെങ്കിൽ അത് ഓപ്പോണൻസിന് ഓൾറെഡി മനസ്സിലായി നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ ഒരേ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്നെ പോലെ തന്നെ ഒരേ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന അവർ ഈസി ആയിട്ട് ബോൾ എടുത്തിട്ട് പോയിട്ട് ഗോൾ അടിക്കും. അപ്പോൾ നിങ്ങൾ ആ ടൈം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 1, 2, 3, 4 വേരിയൻസ് ഓഫ് അറ്റാക്ക് കണ്ടുപിടിക്കുക. നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടുപിടിക്കുക. ലൈക്ക് ഒരു ഫസ്റ്റ് ടൈം നിങ്ങൾ ചിലപ്പം വൺ ടച്ച് ഇട്ട് കയറി ഗോൾ അടിക്കാൻ നോക്കുക. രണ്ടാമത്തെ അറ്റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളെ ലെഫ്റ്റ് സൈഡിലെ AMFനെ വെച്ചിട്ട് ക്രോസോ അല്ലെങ്കിൽ കട്ടിൻ സൈഡ് ചെയ്ത് ഗോൾ അടിക്കാൻ നോക്കുക. അതേപോലെ മൂന്നാമത്തേൽ നേരെ ഓപ്പോസിറ്റ് വിങ്ങറിനെ വെച്ച് ഗോൾ അടിക്കാൻ നോക്കുക. എൻ്റെ ഒരു ടെക്നിക്കാണ്. ഇപ്പം ഞാൻ ഈ അടുത്തായിട്ട് ചെയ്ത് വരുന്നതാണ്. പിന്നെ മാനുവൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗെയിം പ്ലേ കുറച്ചും കൂടി കൂടുതൽ ഇടാൻ പറ്റാത്തത്. മാനുവൽ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഫ്രണ്ട്ലി കളിച്ചിട്ടൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാനുവൽ കുറച്ചൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഗെയിം പ്ലേസ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പത്തെ കുറച്ച് ഗെയിം പ്ലേസ് ഉണ്ട്. ഈ ഫേസിലെ ഫസ്റ്റ് കുറച്ച് ഗെയിം പ്ലേസ് അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. ഡിഫെൻഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ എനിക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല. കാരണം അസിസ്റ്റഡ് ആണെങ്കിൽ അത് നിങ്ങളെ കയ്യിലിരിക്കും. ഞാനിപ്പോൾ എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. മാനുവൽ ആണെങ്കിൽ എനിക്കതിൻ്റെ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ എനിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. യെസ്, അപ്പം ഡിഫെൻസീവ് ഒക്കെ നിങ്ങളെ കയ്യിലിരിക്കും. നിങ്ങളെ കയ്യിലിരിപ്പോലെ ഇരിക്കും. മാനുവൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. പക്ഷേ പ്രഷർ ചെയ്ത് വിടരുത്. എപ്പോഴും മാച്ചപ്പ് യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പോൾ തന്നെ നിങ്ങളെ ഡിഫെൻസീവ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. പിന്നെ മാക്സിമം പാസ് ബ്ലോക്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അത് പഠിക്കാൻ നോക്കുക. അത് നിങ്ങളൊന്നുമില്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. അതേപോലെ ചെയ്യാൻ നോക്കിയാൽ മതി, ഈസിയാണ്. അപ്പം ഗെയിം ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഫൈനലി ഞാൻ ഇൻസ്ട്രക്ഷൻ പറയാൻ വിട്ടോ. ഇൻസ്ട്രക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ഡെസ്ട്രോയർ CBക്ക് ഡിഫെൻസീവും അതേപോലെ ഒരു AMFന് ഏതെങ്കിലും ഒരു AMFന് അറ്റാക്കിങ്ങുമാണ് ഇപ്പോൾ കൊടുക്കാറ്. പണ്ട് 2 CFനും ആങ്കർമാനാണ് കൊടുക്കാറ്. പക്ഷെ അതിപ്പം ഭയങ്കരമായിട്ട് ഷോക്കായി വരുന്നുണ്ട്. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് അവിടെ നിന്ന് ഒരു അറ്റാക്ക് ക്രിയേറ്റ് ആകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കൽ മാത്രമാകുന്നു. ഉള്ളിലേക്കും കയറുന്നില്ല, സൈഡിലേക്കും വരാത്തതുകൊണ്ട് അറ്റാക്ക് കിട്ടാത്ത പോലെയുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നല്ല രീതിയിൽ ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ആങ്കർമാൻ ഇട്ടാൽ ആ ഒരു 2 ആൾ ഒരേ രീതിയിൽ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കളിച്ചു പോകും. ഇപ്പം ഞാൻ രണ്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു സെൻറ്റർ ബാക്ക് ഡിഫെൻസീവും അതായത് ഡെസ്ട്രോയറിന് ഡിഫെൻസീവ് ഇടും. അതേപോലെ ഏതെങ്കിലും ഒരു സൈഡിലെ AMF. ഞാൻ മെസ്സിനാണ് AMFൽ അറ്റാക്കിങ് ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ചെയ്യാറ്. പിന്നെ കോർണർ ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ അറ്റാക്ക് 1, 2, 3 അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇടാം. നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ വേണമെങ്കിൽ ഇടാം. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്ത് പറയാം. ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കാം. ടൈം കിട്ടുന്നില്ല, അതാണ്. അല്ലെങ്കിൽ ഞാൻ മിനിമം ഇട്ടിട്ട് പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അൺടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.